ഇന്നത്തേതൊരു സ്പെഷ്യൽ ഓംലെറ്റ് റെസിപ്പിയാണ് കേട്ടോ. ഇതെങ്ങനെയാണ് സ്പെഷ്യൽ ആകുന്നതെന്ന് വെച്ചാൽ ഇതിൻ്റെ ഒരു ഇൻഗ്രീഡിയൻറ്റ് തന്നെയാണ് ഇതിനെ സ്പെഷ്യൽ ആക്കുന്നത് കേട്ടോ. നമ്മൾ ശരാശരി മലയാളികൾക്ക് എപ്പം വെജ് കഴിക്കുകയാണെങ്കിലും ഒരു മുട്ട പൊരിച്ചത് അതൊരു മസ്റ്റ് ആൻഡ് ഇമ്പോർട്ടൻറ്റ് കാര്യമാണല്ലോ. അപ്പം നമ്മൾ ഇന്നുണ്ടാക്കുന്ന ഓംലെറ്റ് കുറച്ച് സ്പെഷ്യലാണെന്ന് ഞാൻ പറഞ്ഞല്ലോ. അപ്പോൾ അതിനുള്ള ഇൻഗ്രീഡിയൻസ് ആണ് സാധാരണ ഓംലെറ്റിൽ ഇടുന്നത് പോലെ തന്നെ സവോള മസ്റ്റാണ്. പിന്നെ ഒരു ചെറിയ കഷ്ണം തക്കാളി മതി. ഒരു തക്കാളിയുടെ പകുതി ആയാലും മതി. ഇനി പകുതി ഇട്ടാലും കുഴപ്പമില്ല. അത് ചെറുതായിട്ട് അരിയുക. പിന്നെ കുറച്ച് മല്ലിയില, കുറച്ച് കറിവേപ്പില, അതും നല്ലപോലെ ചെറുതാക്കി അരിയുക. പിന്നെ ഇതൊരു ഡബിൾ ഓംലെറ്റ് ആണ്. അപ്പോൾ നമുക്ക് 2 മുട്ടേൻ്റെ ആവശ്യമുണ്ട്. ഇനി സിംഗിൾ ആയാലും കുഴപ്പമില്ല കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ സ്പെഷ്യൽ ഇൻഗ്രീഡിയൻറ്റ്, പാല്. നമ്മൾ ഈ മുട്ടേൻ്റെ ഓംലെറ്റിൻ്റെ കൂടെ പാലും കൂടെ മിക്സ് ചെയ്തിട്ടാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പം ഇത് കുറച്ച് ഹെൽത്തി ആയിട്ടുള്ള ഓംലെറ്റും കൂടെയാണ്. അപ്പം അതുകൊണ്ടാണ് ഇത് സ്പെഷ്യൽ ആകുന്നത്. അപ്പം നിങ്ങൾ കാണുന്നത് പോലെ തന്നെ നമ്മൾ ഈ മുട്ട പൊട്ടിച്ചൊഴിച്ചതിന് ശേഷം നമ്മൾ കട്ട് ചെയ്ത് വെച്ച തക്കാളി, ഉള്ളി, കറിവേപ്പില, മല്ലിയില ഇതെല്ലാം കൂടി മുട്ടയിലേക്ക് ഇട്ട് കൊടുക്കുക. പിന്നെ ഇതിലേക്ക് കുറച്ച് മസാല കൂടി ചേർക്കുക. നമ്മുടെ ഒരു കറി ഉണ്ടാക്കുന്നത് പോലെ തന്നെയാണ് കേട്ടോ. കുറച്ച് മഞ്ഞൾപ്പൊടി, കുറച്ച് ഉപ്പ്, മുളക് പൊടി വേണമെങ്കിൽ ചേർക്കാം. കുരുമുളക് പൊടി ചേർത്തുകൊണ്ടാണ് ഞാൻ ചേർക്കാഞ്ഞത്. പിന്നെ കുറച്ച് മല്ലിപ്പൊടി, ഇതെല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക, നല്ലപോലെ അടിച്ചെടുക്കുക. എന്നിട്ട് വേണം നമുക്ക് ഓംലെറ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ ബട്ടർ വീട്ടിലുണ്ടെങ്കിൽ നിങ്ങൾക്ക് ബട്ടർ വെച്ചിട്ട് ഇത് ഓംലെറ്റിൻ്റെ വെളിച്ചെണ്ണയ്ക്ക് പകരം ബട്ടർ തൂവി കൊടുക്കാം കേട്ടോ. അപ്പോൾ നമുക്കിനി ഓംലെറ്റ് റെഡിയാക്കാം. അപ്പോൾ നമ്മളൊരു ദോശക്കല്ല് അടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ട്. ഞാൻ വെളിച്ചെണ്ണയാണ് തൂവി കൊടുത്തത്. ബട്ടർ ഇവിടെ വലിയ ഇഷ്ടമല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ അപ്പോൾ നമ്മുടെ ഓംലെറ്റ് നല്ല ഭംഗി കാണാം, അതുപോലെ തന്നെ നല്ല ടേസ്റ്റിയാണ്. അപ്പം ഇതൊരു ഡബിൾ ഓംലെറ്റ് ആണ്. പിന്നെ ഒരു കാര്യം പറയാൻ മറന്നുപോയി. ഇത് ഇങ്ങനെ ഉണ്ടാക്കുന്നതിലും നല്ലത് നമുക്ക് ഉപ്പേരി പോലെ ചില്ലി ആക്കിയിട്ട് എടുക്കുമ്പോൾ നമുക്ക് അത് മാത്രം മതിട്ടോ ചോറ് കഴിക്കാൻ വേണ്ടിയിട്ട്. ഒരു ചില്ലിയാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ആദ്യം തന്നെ തക്കാളിയും ഉള്ളിയും എല്ലാം കൂടി ഒന്ന് വഴറ്റണം കേട്ടോ. എല്ലാം മല്ലിയിലും എല്ലാം കൂടി ഇട്ടിട്ട് അതിന് ശേഷം നമ്മൾ മുട്ടയും പാലും കൂടെ ഒന്ന് അടിച്ചതിന് ശേഷം നമ്മൾ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്താൽ മതി. പിന്നെ ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്താൽ മതി. നല്ല ടേസ്റ്റി ആയിരിക്കും. ഇന്നത്തെ റെസിപ്പി നിങ്ങൾ മസ്റ്റായിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ നമ്മുടെ വീഡിയോസ് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും